Hello everyone, welcome back to Life Lessons Part 3. Okay, so ഈ ലൈഫ് ലെസന്റെ പേര് ഞാൻ ഇടാൻ പോണത് സംതിങ് കോൾഡ് എംപതി. കാരണം ഫസ്റ്റ് ഞാൻ എംപതി എന്താ എന്നൊന്ന് ഡിസ്ക്രൈബ് ചെയ്യാം. എംപതി എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരാൾ ഒരു ഡിഫിക്കൽട്ട് ടൈമിൽ കൂടെ പോകുമ്പോൾ അത് നമ്മൾ കണ്ടിട്ട് അയ്യോ പാവം എന്ന് പറയുന്നതല്ല, അതിന് പകരം അയാളുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് ദാറ്റ്സ് വാട്ട് കോൾഡ് എംപതി. അയാളുടെ ഭാഗത്ത് നിന്ന് നമ്മൾ അയാൾക്ക് എത്ര കഷ്ടം ഉണ്ടാവും, അല്ലെങ്കിൽ അയാൾ എന്തെങ്കിലുമൊക്കെ ഗോ ത്രൂ ചെയ്യുന്നുണ്ടാവും എന്ന് നമ്മൾ ആലോചിക്കുന്നതാണ് എംപതി. സോ എന്റെ കാര്യം പറയുകയാണെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് ഐ ഹാവ് ബീൻ born up with empathy. Empathy is something that I've learned. Okay, I might had a trait of being kind from childhood, but empathy is something that I have learned through my journey. Okay, each day now also I'm trying to be empathetic to people. Okay, അപ്പോൾ നമ്മുടെ സൊസൈറ്റി വർക്ക് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ദിസ് ഇസ് വെരി സാഡ്, ബട്ട് ഇറ്റ് വർക്ക്സ് ഇൻ എ ടൈപ്പ്. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സമ്പാദിക്കുന്ന ആള് അല്ലെങ്കിൽ ഏറ്റവും റിച്ച് ആയിട്ടുള്ള ആള് ഏറ്റവും പൊക്കത്തെ ടയറിലും ഏറ്റവും കുറഞ്ഞ സമ്പാദിക്കുന്ന ആള് ഏറ്റവും താഴത്തെ ടയറിലുമാണ് നമ്മുടെ സൊസൈറ്റിയിൽ ആൾക്കാർ ജീവിക്കുന്നത്. അത് മാത്രമല്ലാണ്ട് കാസ്റ്റിന്റെ ബേസിസിലും ഡിസ്ക്രിമിനേഷൻസ് ഉണ്ട്. ഏറ്റവും വലിയ കാസ്റ്റിലുള്ള ആൾക്കാർ ഏറ്റവും മുകളിലും, ഏറ്റവും ചെറിയ കാസ്റ്റിലുള്ള ആൾ ഏറ്റവും താഴെ. ഇങ്ങനെയാണ് ഹൗ സൊസൈറ്റി വർക്ക്സ്. ഇങ്ങനെയാണ് എല്ലാവരുടെയും ചിന്ത. അവൻ നമ്മളെക്കാൾ ചെറുത് കുറച്ച് കുറവ് ഏൺ ചെയ്യുന്നതുകൊണ്ട് അയാൾ നമ്മളെക്കാൾ താഴെയാണ് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ദിസ് ഇസ് ഹൗ സൊസൈറ്റി വർക്ക്സ്. ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ മമ്മിയായിട്ട് ഒരു കോൺവെർസേഷൻ ഉണ്ടായപ്പോൾ മമ്മി ഇങ്ങനെ പറയാറ്, ഷീ വെന്റ് ടു എ സ്റ്റോർ. അപ്പൊ ഒരാളെന്തോ അയാൾ കടയിൽ വന്നിട്ട് അയാളുടെ സാധനം എന്തോ മറന്നു വെച്ച് പോയി, പിന്നെ എടുക്കാൻ വന്നു. പക്ഷെ അയാൾ അത് എടുക്കാൻ വന്നപ്പോൾ അയാൾ മറന്നു വെച്ചു, ചിലപ്പോൾ അയാളുടെ തെറ്റല്ലേ. ബട്ട് ഹി വാസ് ഷൗട്ടിങ് അറ്റ് ദ ഷോപ്പ് കീപ്പർ. ഭയങ്കര ഷൗട്ട് ചെയ്ത് ഭയങ്കരമായിട്ട് അതിനെ സംസാരിക്കായിരുന്നു അയാളോട്. വാട്ട് മാൻ, ഇറ്റ്സ് യുവർ മിസ്റ്റേക്ക് ഓൾസോ, ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ ഷോപ്പ് കീപ്പർ മിസ്റ്റേക്ക്. അയാൾ എടുത്ത് തന്ന സാധനം താൻ കൊണ്ടുപോയില്ലേ, ഇറ്റ്സ് യുവർ മിസ്റ്റേക്ക് അല്ലേ. സോ we are not thinking from other side, what would they feel എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നില്ല. We always think from our side. That's not fair അല്ലേ. So let's start to think about others. അത് എന്റെ പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ളത് എനിക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, എനിക്ക് എന്റെ ഇഷ്ടമുള്ള അടുത്തൊക്കെ പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഐ എം ഗ്രേറ്റ്, ഇറ്റ്സ് ബിക്കോസ് ഐ ഹാവ് എ ഫാമിലി which provides me whatever I want. I have parents who are ready to spend whatever they make on me. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ താമസിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ജീവിക്കുന്നത്. ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഐ എം ഗ്രേറ്റ്, നോ. സോ ഐ ഷുഡന്റ് ബി ഡിസ്റെസ്പെക്ട്ഫുൾ ടു പീപ്പിൾ. ഐ ഷുഡ് ബി റെസ്പെക്ടിങ് പീപ്പിൾ. ഐ ഷുഡ് ബി എംപത്തറ്റിക് ടു പീപ്പിൾ. സോ പ്ലീസ് try to be empathetic, not showing sympathy but show empathy. Okay, and that's it for today. Thank you so much. I hope you all can relate to it, and see you in the part 4. Bye.